സമസ്ത ലീഗ് തർക്കം വീണ്ടും രൂക്ഷമാകുന്നു എന്ന സൂചന നൽകുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ളവരെ വിമർശിച്ചു എന്നാരോപിച്ച് മുഷാവറ അംഗം മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തു. വിശദീകരണം തേടാതെയുള്ള നടപടിയിൽ ഒരു വിഭാഗം നേതാക്കൾ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നിന്ന് ലീഗ് അനുകൂലികൾ വിട്ടുനിന്നു. 1974 മുതൽ താൻ അടക്കമുള്ള ഉസ്താദുമാർ സമസ്തയ്ക്കും സുന്നത്ത് ജമാഅത്തിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 20-30 വർഷങ്ങൾക്ക് ശേഷം പലരും വന്നു. വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണ്ണയിക്കേണ്ടത്. ആദ്യം കയറിയവരുണ്ടാകും. അവർ പറയുന്നിടത്തേക്കാണ് വണ്ടി വിടേണ്ടത്. മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പാർട്ടി, അത് രാഷ്ട്രീയമായി മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നത് മുസ്ലിം ലീഗാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഒരു നിലനിൽപ്പും സമസ്തക്കില്ല, ആർക്കുമില്ല. ഈ വളരെ വൈകിയ സമയത്ത് കടന്നു വന്നവർക്ക് ഇതൊന്നും അറിയില്ല. വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണ്ണയിക്കേണ്ടത്. ജനുവരി 31 മലപ്പുറത്ത് നടന്ന ചടങ്ങിൽ മുസ്തഫൽ ഫൈസ് നടത്തിയ ഈ പ്രസംഗമാണ് മുഷാവറ അംഗങ്ങളെ ചൊടിപ്പിച്ചത്. ഇതിലാണ് ഇന്ന് കോഴിക്കോട് ചേർന്ന മുഷാവറ യോഗത്തിൽ വിശദീകരണം പോലും ചോദിക്കാതെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. മുഷാവറയിലെ ഒരു വിഭാഗം നേതാക്കൾ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചെങ്കിലും ഇത് തള്ളിക്കൊണ്ടായിരുന്നു സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം. ഇതിൽ പ്രതിഷേധിച്ച് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി മുഷാവറ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നടപടി ഏകപക്ഷീയമാണ് എന്നാണ് ലീഗ് അനുകൂല വിഭാഗത്തിന്റെ നിലപാട്. തുടർന്ന് മുഷാവറ യോഗത്തിന് ശേഷം നടന്ന സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നിന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, MC മായിൻ ഹാജി, യു ഷാഫി ഹാജി തുടങ്ങിയ നേതാക്കൾ വിട്ടുനിന്നു. നേരത്തെ ഉമ്മർ ഫൈസിക്കെതിരെ പരാതി ഉയർന്നപ്പോൾ അദ്ദേഹത്തോട് വിശദീകരണം തേടിയിരുന്നു. 24 കോഴിക്കോട്.